ഹായ് ഡിയേഴ്സ്, അബേലെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മീൻ പീരി ഉണ്ടാക്കാൻ പോവുകയാണേ. അത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് കുഞ്ഞു ചാളയാണ് കേട്ടോ, കുഞ്ഞു ചാളയുണ്ട്, പിന്നെ ഒന്ന് രണ്ട് മൂന്ന് കുറച്ച് കൊഴുവയും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും വറക്കാമെന്ന് വിചാരിച്ചാണ് വാങ്ങിയത് കേട്ടോ. പക്ഷേ വറക്കുന്നതിനേക്കാളും നല്ലത് ഇത് കുഞ്ഞു ചാളയും കൂടിയല്ലേ പീരി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ എന്തേ ചട്ടിയിലേക്ക് നമ്മുടെ മീനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ വെള്ളക്കാന്താരി ഇടയ്ക്ക് പച്ചക്കാന്താരിയൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ആദ്യമേ പറയുകയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് അറിയിക്കണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തന്ന് സഹായിക്കുന്നത് എൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അതേ തേങ്ങ ഇട്ടു, അതിലേക്ക് ഞാൻ ഉള്ളി ചെറുത പീസാക്കി ഞാൻ നുള്ളി കീറിയിട്ട് കൊടുത്തേ. ചില സ്ഥലങ്ങളിൽ മീൻ പീരി വയ്ക്കുമ്പോൾ ഒരു ചാറ് മാതിരി വയ്ക്കാറ്, ചിലയിടത്ത് ചാറില്ലാണ്ട്. അപ്പം ഞാൻ വെക്കുന്നത് ചാറില്ലാണ്ടാണ് കേട്ടോ. മീൻ പീരിയും രസവും കൂട്ടി കഴിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വേറൊരു കറി എന്ന് പറയുന്നത് രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേ. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് ഉപ്പിടുവാണ് കേട്ടോ. പിന്നെ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് എൻ്റെ ഒരു കറിവേപ്പില വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഉപ്പ് ഉണങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഉണങ്ങിയത് കഴുകിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ എന്നാലും ആ കറിവേപ്പില ഇടുമ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ ഒരു ഉണക്ക കറിവേപ്പിലയുടെ ടേസ്റ്റ് അല്ല, നമ്മുടെ സാധാരണ പച്ചക്കറിവേപ്പിലയുടെ ടേസ്റ്റാണ് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എൻ്റെ കറിവേപ്പില പിടിച്ചു വന്നിട്ടൊന്ന് ഉണങ്ങിയല്ല, അതിൻ്റെ മേളിൽ പുഴു എന്തോ കുത്തി കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ മണ്ട നുള്ളി കളഞ്ഞപ്പം ഇപ്പോൾ അത് വീണ്ടും പൊട്ടി കിളിച്ച് നല്ല ഭംഗിയായിട്ട് കിളിച്ച് വരുന്നുണ്ട്. ഒന്നും കൂടി ഭംഗിയായിട്ട് കിളിച്ച് വരട്ടെ എന്ന് വിചാരിച്ചാണ് അതിൽ ഞാൻ പൊട്ടിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീൻ പീര വെന്ത് റെഡി ആയിട്ടുണ്ടേ. അപ്പം ഇനി ചോറിൻ്റെ കൂടെ രസവും പപ്പടവും മീൻ പീരിയായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് ചായ കൂടി കഴിഞ്ഞിട്ട് രാത്രി എന്ന് വെച്ചാൽ ചേട്ടായി പൊറോട്ടയും ബീഫ് കറിയും വാങ്ങിക്കൊണ്ട് വന്നേ. അത് കാരണം രാത്രിയിൽ ആരും ചോറ് കഴിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ചോറും കറികളൊക്കെ ബാക്കിയുന്നത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചേട്ടോ. ഈ നിരപ്പില്ലാത്ത ഉന്തിയ പാത്രങ്ങൾ, അത് ഒരു സൈഡ് പൊക്കമുള്ള പാത്രം ഉണ്ടായാലും മൂടികൾ, അങ്ങനത്തെ മൂടികൾ തിരിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ ഒരു പാത്രം കൊണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മേളിലായിട്ട് അടുക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് സ്പേസ് കിട്ടും. പിന്നെ ഞാനെങ്കിൽ നാളത്തേക്ക് ഇടിയപ്പവും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ കഴുകി വെള്ളത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് ഞാൻ നാരങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടായി പോയി നാരങ്ങയും മല്ലിയിലും പുതിനയിലും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ മല്ലിയിലും പുതിനയിലും വാങ്ങിയാലും മല്ലിയിലയുടെ ആ ഒരു അതിൻ്റെ റൂട്ടിൽ നിന്ന് ഒരു ഇത്തിരി മേലോട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഇലകൾ ഞാൻ ഒരു ബൗളിലാക്കിയിട്ട് ഞാൻ ഫ്രീസർ വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബിലാക്കിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസർ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ആ ഒരു ഐസ് ക്യൂബ് എടുത്ത് ഉപയോഗിച്ചാൽ മതി കറിക്ക് ഇടുമ്പോഴേ. പിന്നെ പുതിനയിലയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇലയൊക്കെ നാരങ്ങാലായിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ഫ്രഷ്നെസ് കിട്ടുമേ. പിന്നെ ആണെങ്കിൽ ഇതാണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് നമുക്ക് വെള്ളത്തിൽ ഇറക്കാൻ പറ്റുമേ. അതിനാണ്ട് ഞാൻ ഈ ഒരു കുപ്പി ഇങ്ങനെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഞാൻ അതിൻ്റെ മേൽവശം ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പുതിനയിലയുടെ ആ താഴെ നിന്ന് അതിൻ്റെ മുകൾ ഭാഗം വരെയുള്ള ഇതിൻ്റെ ഇലകൾ നമ്മൾ നുള്ളി എടുത്ത് വെക്കണം കേട്ടോ. അപ്പം നമുക്ക് ആ ഇലകൾ കളയരുത്. നമുക്കത് അത്യാവശ്യം നല്ല ഇലയുണ്ടെങ്കിൽ നമുക്കത് നാരങ്ങ വെള്ളത്തിൽ അരച്ച് നമുക്ക് നാരങ്ങാലം കുടിക്കാം. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സ്കിന്നിനും ഹെയറിനൊക്കെ നല്ലതാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കണത് കാണിക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ മല്ലിയിൽ ഞാൻ ഇതുപോലെ അതിൻ്റെ റൂട്ടിൽ നിന്ന് കുറച്ച് മേൽഭാഗം വെച്ച് കട്ട് ചെയ്ത് കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കി വേര് ഭാഗം വേണമെങ്കിൽ നമുക്ക് ഒന്ന് കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിലിടാം, അല്ലെങ്കിൽ നമുക്കൊന്ന് നട്ടും വെക്കാം കേട്ടോ. അപ്പം ഞാനിത് വെള്ളത്തിരുവാണേ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരെണ്ണം ഞാൻ വേരില്ലാണ്ട് ഞാൻ തണ്ടായിട്ട് വെള്ളത്തിലിട്ട് നോക്കാമെന്ന് വിചാരിച്ചേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള മല്ലിയിലയാണ്, നമുക്ക് നന്നിട്ട് പിടിക്കും എന്നുള്ള ഉറപ്പുള്ളൊരു മല്ലിയിലയാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഡയറക്റ്റ് ഞാൻ മണ്ണിൽ കൊണ്ട് നട്ട് വെച്ച് നോക്കിയിട്ടുണ്ടേ. അപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടയ്ക്കാണെങ്കിൽ നമുക്ക് വേഗം പിടിച്ച് കിട്ടുവേ. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ മല്ലിയിലയിൽ പുതിനയിലയിൽ ഞാൻ നല്ല തണ്ടുള്ളത് കുറച്ച് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ട്. പിന്നെ പുതിനയില 2-3 മൂട കൊണ്ടുവന്നത്, അതിനകത്ത് 3 മൂട് നല്ല തണ്ടുകളാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകളാണ്. അപ്പോൾ ഞാൻ മല്ലിയിലയുടെ ഒരു റൂട്ടിൻ്റെ മേൽവശം കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ പുതിനയിലയുടെ ഞാൻ മേൽവശം വരെയുള്ള ഇലകൾ മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ച് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഈ പുതിനയിലയുടെ തണ്ടും മല്ലിയിലയുടെ തണ്ടും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലിട്ട മല്ലിയിലയുടെയും പുതിനയിലയുടെയും റിസൾട്ട് നിങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുവാണേ. അപ്പോൾ അടുത്ത വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.